Meet the editors. പ്രതി കോൺഗ്രസോ എന്നാണ് ചോദ്യം. ഉണ്ണിമാലകൃഷ്ണൻ, ഈ എൻ എം വിജയൻ 2021 KPCC പ്രസിഡന്റ് കത്തെഴുതുന്നുണ്ട്. ആ കത്ത് നമ്മൾ പുറത്തുവിട്ടതാണ്. പീറ്റർ മാസ്റ്റർ എന്ന് പറയുന്ന ആളിൽ നിന്ന് പണം കൈപ്പറ്റിയതും അതുമായി ബന്ധപ്പെട്ട ഉടമ്പടിയും നമ്മൾ പുറത്തുവിട്ടതാണ്. നമ്മൾ ഈ വാർത്ത വരുമ്പോൾ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും സ്വീകരിച്ചിരുന്ന നിലപാട് തനിക്കറിയില്ല എന്ന നിലപാടാണ്. ഇപ്പോൾ പറഞ്ഞു വീണ്ടും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയാണോ? പാർട്ടി പ്രതിക്കൂട്ടിലാണോ? പ്രതി കോൺഗ്രസ് ആണോ? നോക്കൂ, ഈ വിഷയത്തിൽ നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, ലഭ്യമായിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് എൻ എം വിജയന്റെ മരണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. കോൺഗ്രസിന് ഈ കാര്യത്തിൽ ഒരു പ്രതിസ്ഥാനമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളുമാണ് ഞാൻ. എന്നെ അത്ഭുതപ്പെടുത്തിയത് എത്ര നിസ്സംഗമായിട്ട് ആണ് കോൺഗ്രസ് പാർട്ടി മരണത്തോട് പ്രതികരിച്ചത് എന്നുള്ളതാണ്. ഈ നിമിഷം വരെ ഒരു സംസ്ഥാന നേതാവ് അദ്ദേഹത്തിൻ്റെ വീട് പോയി സന്ദർശിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല, നമുക്കറിയാമല്ലോ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി, അല്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം 2024 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ഒരു തുടർഭരണം കൂടി ഉണ്ടാവുകയാണെങ്കിൽ സംസ്ഥാനത്ത് കോൺഗ്രസോ UDF എന്നൊരു സംവിധാനമോ നിലനിൽക്കുമെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത്തരത്തിലൊരു വലിയ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവാദത്തിൽ എത്ര നിസ്സംഗമായ ഒരു സമീപനമാണ് എടുത്തിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും ഒരു രാഷ്ട്രീയ സാമൂഹിക ഉത്തരവാദിത്വമുള്ള ഒരു പാർട്ടിക്ക് ചേർന്ന നടപടിയാണോ കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഇന്നത്തെ പ്രതികരണമുണ്ടല്ലോ, എന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു, അത്തരം ഭീഷണിയും കൊണ്ടൊന്നും ഇങ്ങോട്ട് വരണ്ട എന്ന് ഞാൻ പ്രതികരിച്ചു. ഒരു മരണത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവ് നടത്തിയ ഒരു പ്രസ്താവമാണ് നമ്മളിന്ന് കേട്ടത്. അത് മാത്രമല്ലല്ലോ, KPCC അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ എന്താ പറഞ്ഞത്? ആ കുടുംബത്തിന്, ആരുടെ, എൻ എം വിജയൻ്റെ കുടുംബത്തിന് ഒരു അന്തവും കുന്തവും ഇല്ല എന്നാണ്. ആരാണ് എൻ എം വിജയൻ എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഈ കുറിപ്പിൽ അദ്ദേഹം തന്നെ വ്യക്തതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അദ്ദേഹം ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ ആരൊക്കെയായിരുന്നു? മുല്ലപ്പള്ളി രാമചന്ദ്രൻ, നിരവധി തവണ MP ആവുകയും കേന്ദ്രമന്ത്രിയാവുകയും ഒടുവിൽ KPCC അധ്യക്ഷനാവുകയും ചെയ്ത മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ സഹപാഠിയാണ് എൻ എം വിജയൻ എന്ന് പറയുന്നത്. സുജനപാൽ എന്ന് പറയുന്ന പിൽക്കാലത്ത് നിയമസഭാ സാമാജികനായ സുജനപാൽ MLA സഹപാഠിയാണ് ഈ പറയുന്ന എൻ എം വിജയൻ എന്ന് പറയുന്നത്. അങ്ങനെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഈ വലിയ നേതാക്കളോടൊപ്പം തോൾ ചേർന്ന് പ്രവർത്തിച്ച് സംഘടനയിലേക്ക് വന്നിട്ടുള്ള ഒരാളാണ് എൻ എം വിജയൻ. കഴിഞ്ഞ 50 വർഷമായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. 1970 ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്ന് ഡിഗ്രിയും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള എൻ എം വിജയൻ അവിടുത്തെ മണ്ഡലം സെക്രട്ടറി ആകുകയാണ്, ബത്തേരി മണ്ഡലം സെക്രട്ടറി ആകുകയാണ്. പിന്നെ അവിടുന്ന് പല പദവികളിലേക്ക് അദ്ദേഹം വരുന്നുണ്ട്, അല്ലേ? പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആവുന്നുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നുണ്ട്, DCC സെക്രട്ടറി ആവുന്നുണ്ട്, ഏറ്റവും ഒടുവിൽ DCC ട്രഷററും ആവുന്നുണ്ട്. ഇതിനിടയിൽ വളരെ വൈകാരികമായി അദ്ദേഹം കുറിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് SI സെലക്ഷൻ കിട്ടുന്നുണ്ട്. SI സെലക്ഷൻ കിട്ടുന്ന സമയത്ത് അന്ന് KK രാമേന്ദ്രൻ മാസ്റ്ററാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവ്. അന്ന് K കരുണാകരനാണ് ആഭ്യന്തരമന്ത്രി. അദ്ദേഹത്തെ സ്വാധീനിച്ച് SI സെലക്ഷൻ്റെ ലിസ്റ്റിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. എന്താണെന്നറിയാമോ? മണ്ഡലം സെക്രട്ടറി പ്രവർത്തനത്തിൽ തുടരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു വലിയ എന്താ പറയുക തിരിച്ചടി തനിക്ക് ഈ പാർട്ടി ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പോലും ഈ കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതുമാത്രവുമല്ലല്ലോ, പിന്നീട് അദ്ദേഹത്തോടുള്ള അനീതി അപ്പോഴും അവസാനിച്ചിട്ടില്ല. പിന്നെ ജിജേഷ് എന്ന് പറയുന്ന ഈ മാനസിക വെല്ലുവിളിയുള്ള കുട്ടിയെ അവിടെ 7 വർഷമായിട്ട് പിന്നെ ദിവസക്കൂലിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് ബത്തേരി സഹകരണ ബാങ്കിൽ. അടുത്ത തവണ ഒരു ഒഴിവ് വരുമ്പോൾ മകന് തന്നെ കൊടുക്കാമെന്ന് ആരാ ഉറപ്പ് കൊടുത്തത്? അന്ന് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള IC ബാലകൃഷ്ണനാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് മുഴുവൻ സമയ പ്രവർത്തകനായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടിക്ക് അവിടെ ഓൾറെഡി ഈ പറയുന്ന 7 വർഷമായിട്ട് 200 രൂപ ദിവസവേതനത്തിൽ ഈ പയ്യൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തെ പോലും അറിയിക്കാതെ വളരെ രഹസ്യമായിട്ട് മറ്റൊരാൾക്ക് അവിടെ നിയമനം കൊടുക്കുന്നത്. അപ്പം പാർട്ടിയിൽ നിന്ന് ആദ്യം സ്വന്തം ജോലി തട്ടിപ്പോയി, രണ്ടാമത് തൻ്റെ മകന് കിട്ടേണ്ട ജോലി തട്ടിപ്പോയി. ഇനി അവസാനം എന്താ വന്നിരിക്കുന്നത്? ഈ നേതാക്കളെല്ലാം കൂടി ചേർന്ന് നടത്തിയ നിയമന തട്ടിപ്പിൻ്റെ മുഴുവൻ ഇടനിലക്കാരനായി ഇയാളെ മാറ്റുകയും അവസാനം അതിൻ്റെ ഉത്തരവാദിയായിട്ട് ഇയാളെ മാറ്റുകയും ചെയ്യുന്നു. ഇതാണ് എനിക്ക് ഈ പറയുന്ന ആത്മഹത്യാക്കുറിപ്പിൽ നിന്ന് ബോധ്യപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന കടബാധ്യത എത്ര വലുതാണ്, എത്ര ലക്ഷക്കണക്കിന് രൂപയാണ്, ഏതാണ്ട് 1 കോടി രൂപയുടെ കടബാധ്യതയിലേക്ക് എൻ എം വിജയൻ എത്തിയെന്നാണ് ഈ കുറിപ്പിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിന്നെ 10 സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ വീടും ജപ്തി ഭീഷണിയിലാണ്. ഇതൊക്കെയാണ് അദ്ദേഹം ആരെ അറിയിക്കുന്നത്? KPCC അധ്യക്ഷനായിട്ടുള്ള സുധാകരനെ അറിയിക്കുന്നത്. സുധാകരനും എൻ എം വിജയനുമായിട്ടൊരു ബന്ധമുണ്ട്, അതും ഇദ്ദേഹം എഴുതുന്നുണ്ട്, ഈ കുറിപ്പിനകത്ത് എഴുതുന്നുണ്ട്. എന്താണെന്നറിയാവോ? സംസ്ഥാന മന്ത്രിയായിരിക്കുന്ന സമയത്ത് K സുധാകരൻ വയനാട്ടിൽ വന്നപ്പോൾ വിശ്രമിച്ചതും ഭക്ഷണം കഴിച്ചതും എൻ എം വിജയൻ്റെ വീട്ടിലാണ്. അദ്ദേഹം ബത്തേരി പഞ്ചായത്ത് പ്രസിഡന്റാണ്. ആ സമയത്ത്
അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാതെ കെ സുധാകരൻ അങ്ങ് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങ് എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചത് ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ. ഈ DCC ട്രഷറർ എന്ന് പറഞ്ഞൊരു ചെറിയ പോസ്റ്റാണോ? ഒരു ജില്ലാ ട്രഷറർ എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അങ്ങനെ മാനസിക അസ്വാസ്ഥ്യം എന്തെങ്കിലും ഉള്ള ആളുകളെ ഇത്തരത്തിലുള്ള പദവികളിൽ കോൺഗ്രസ് പാർട്ടി ഇരുത്തുമോ? അപ്പോൾ അയാളുടെ ജീവിതം വഴിമുട്ടിയ സമയത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു കുറിപ്പാണ്. ആരാണ് അതിൻ്റെ ഉത്തരവാദി? ഈ പറയുന്ന IC ബാലകൃഷ്ണൻ്റെ പേര് അതിനകത്തില്ലേ? അല്ലേ, ND അപ്പച്ചൻ്റെ പേര് ഇതിനകത്തില്ലേ? ഇനി മാത്രമല്ലെന്നേ, ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തെ സമീപിക്കുമ്പോൾ എന്താ കെ സുധാകരൻ്റെ മറുപടി? അങ്ങനെ ഒരു കത്ത് വന്നിരുന്നു, ഞാൻ വായിച്ചില്ല എന്നാണ്. ഇനി ഇപ്പം മക്കൾ പോയിട്ട് കത്ത് വായിച്ച് ഏൽപ്പിച്ചല്ലോ പ്രതിപക്ഷ നേതാവിന്. അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി എന്താ? ഇടയ്ക്ക് അവരെന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ച് ആ ഭീഷണിക്കൊന്നും ഞാൻ വഴങ്ങത്തില്ല, നോക്കാം, പരിശോധിക്കാമെന്ന് പറഞ്ഞു. ഈ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് പാർട്ടി പ്രവർത്തകൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ആത്മഹത്യക്ക് ശേഷം അവരോട് കാണിക്കേണ്ട ഒരു നീതി ഉണ്ടല്ലോന്നേ. ആ നീതി കാണിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അതിനു മുമ്പ് പ്രശ്നം പരിഹരിക്കാമായിരുന്നല്ലോ. അത്ഭുതകരമായിട്ട് കെ സുധാകരൻ്റെ ഒരു പ്രസ്താവന രജ്ജാകരമാണ്. കാരണം എന്താ അറിയാമോ? അദ്ദേഹം പറയുകയാണ്, നേരത്തെ ഇത് അറിയാമായിരുന്നു എന്നുള്ളൊരു തെളിവല്ലേ. IC ബാലകൃഷ്ണൻ വിളിച്ചിട്ട് കെ സുധാകരൻ പറഞ്ഞാൽ എന്താണെന്നറിയോ? നിങ്ങളൊക്കെ ഈ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കുഴപ്പമുണ്ടല്ലോ, ഇതെല്ലാവരും കൂടി അങ്ങ് തൂങ്ങും കേട്ടോ എന്ന്. എല്ലാവരും കൂടി തൂങ്ങും, അതുകൊണ്ട് മാന്യമായിട്ട് ഈ പ്രശ്നമൊക്കെ പരിഹരിച്ചോന്ന് ഞാൻ നേരത്തെ IC ബാലകൃഷ്ണനെ വിളിച്ച് മുന്നറിയിപ്പ് നൽകിയെന്ന് പറയുമ്പോൾ ഈ NM വിജയൻ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം വളരെ കൃത്യമായിട്ട് കെ സുധാകരൻ അറിയാം. അന്നൊന്നും ഒരു ഇനിഷ്യേറ്റീവും എടുത്തിട്ടില്ല ഈ പ്രശ്നം പരിഹരിക്കാൻ. അവസാനം ഈ ആത്മഹത്യയും സംഭവിച്ചിരിക്കുന്നു. ആത്മഹത്യ സംഭവിച്ചതിന് ശേഷം അതിനോട് നിരുത്തരവാദപരമായ സമീപനം, നിർവികാരമായ സമീപനം, നിസ്സംഗമായ സമീപനം, അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നുണ്ടായത്. അത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബത്തെ അപമാനിക്കാനാണ് ശ്രമിക്കുന്നത്. ഇന്നിപ്പോൾ അവരുടെ മക്കൾ എന്താ പറയുന്നത് അറിയോ? കുടുംബ പ്രശ്നത്തിൻ്റെ പേരിലാണ് ഈ ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഒരു IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു MLA, ആ MLAക്കെതിരായിട്ടുള്ള ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത്. ആ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പൊസിഷനിലുള്ള ഒരു വ്യക്തിയാണ്. DCC സെക്രട്ടറി, DCC ട്രഷറർ പദവിയിലിരുന്ന ഒരാളാണ്. അയാൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ ആത്മഹത്യക്ക് മുമ്പായിട്ട് അയാൾ എഴുതി വെച്ചിരിക്കുന്ന കുറിപ്പിലാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഈ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വമില്ലേ? ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സംസ്ഥാന പാർട്ടിക്ക് എന്താ പറയുക, ആ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള ബാധ്യതയില്ലേ? ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, 2026 തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമാക്കിക്കൊണ്ടാണല്ലോ ഈ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് സന്ദേശമാണെന്നേ പൊതുസമൂഹത്തിന് നൽകുന്നത്? ജനങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഈ ആത്മഹത്യാ കുറിപ്പ് എന്ന് പറയുന്ന സാധനം ഇന്നിപ്പോൾ കേരളത്തിലെ എല്ലാ ആളുകളുടെയും കയ്യിലുണ്ട്. വേണമെങ്കിൽ അത് പബ്ലിക് പ്രോപ്പർട്ടിയുമാണ്. അത് എല്ലായിടത്തും അവൈലബിൾ ആണ്, എല്ലാ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രബുദ്ധരായ ജനങ്ങൾ ഇതൊക്കെ ഒന്ന് വായിക്കത്തില്ലേ? മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനപ്പുറത്ത് ഇതെന്താണ് ഇയാൾ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് അന്വേഷിക്കും. ആ അന്വേഷിക്കുമ്പോഴത്തേക്കും ആ വാർത്താക്കുറിപ്പ് ആത്മഹത്യാക്കുറിപ്പിൽ വളരെ കൃത്യമായിട്ട് ഓരോരുത്തരുടെ പേരെഴുതി വെച്ചിരിക്കുന്നു, കൊടുത്ത തുക എഴുതി വെച്ചിരിക്കുന്നു, കൊടുത്ത സന്ദർഭം എഴുതി വെച്ചിരിക്കുന്നു, അനുഭവിച്ച ദുഃഖങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്നു. അവസാനം കരച്ചിലിൻ്റെ വക്കോളം എത്തിക്കൊണ്ടല്ലേ പറയുന്നത്, എൻ്റെ മക്കളെയെങ്കിലും രക്ഷിക്കണേ, എനിക്ക് അവരോട് പറയാൻ സാഹചര്യമാണ്, അതുകൊണ്ട് ഞാൻ മരിക്കുകയാണ്. ആ മരണത്തിന് മുമ്പ് എന്താ അദ്ദേഹം ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ മാനസിക വെല്ലുവിളിയുള്ള മകനെ കൂടി വിഷം കൊടുക്കുന്നു. എന്നിട്ട് ആ കൊലപാതകം ഉറപ്പിച്ചിട്ട് അദ്ദേഹവും മരുന്ന് കഴിക്കുന്നു. അങ്ങനെയാണല്ലോ, വിഷം കഴിച്ചിട്ടാണ് മരിക്കുന്നത്. എന്തൊരു ദയനീയമായ ദുരന്തമാണ്. ആ ദയനീയമായ ദുരന്തത്തോട് ഒരു പാർട്ടി, ഈ പറയുന്ന കോൺഗ്രസ് പോലൊരു പാർട്ടി, ഏത് പാർട്ടി ആയിക്കോട്ടെ, പ്രതികരിക്കേണ്ട ഒരു രീതിയാണ്. ആ പാർട്ടിക്ക് വേണ്ടി 1/2 നൂറ്റാണ്ട് കാലം ആയുസ് മുഴുവൻ പ്രവർത്തിച്ചു എന്ന് നമുക്ക് പറയാമല്ലോ. അല്ലേ, മരിക്കുന്ന സമയം വരെ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെന്ന് മാത്രമല്ല, പാർട്ടിക്ക് ഒരു പ്രതിസന്ധിയും ഉണ്ടായിരുന്നു വിചാരിച്ചിട്ടാണ് ഇത് പബ്ലിക്കായിട്ട് പറയാതിരിക്കുന്നത്, രഹസ്യമായി വെച്ചുകൊണ്ട്. അത്രത്തോളം പ്രതിബദ്ധനായ ഒരു പാർട്ടി പ്രവർത്തകൻ ആത്മഹത്യ ചെയ്യുമ്പോൾ അതിനോട് ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് നേരത്തെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു മുൻകൈയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആ മരണാനന്തരം NM വിജയനെ അപമാനിക്കുന്ന ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസും കോൺഗ്രസിൻ്റെ നേതൃത്വം എന്ന കാര്യത്തിലും എനിക്ക് സംശയമില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഇനി ഈ വിഷയത്തിൽ എന്താണ് ഇടതുപക്ഷം എടുത്തിരിക്കുന്ന ഒരു നിലപാട്? അക്കാര്യം കൂടി ഒന്ന് നമ്മൾ പരിശോധിക്കണമല്ലോ. ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ടർ ടിവിയാണ്. ആദ്യത്തെ വാർത്ത ബ്രേക്ക് ചെയ്യുന്ന റിപ്പോർട്ടർ ടിവിയാണ്. ഞാൻ ആ സമയത്ത് PCR-ലുണ്ട്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് നമ്മളാണ് വിളിച്ചിട്ട് ഓരോ CPM നേതാക്കളെയും വിളിച്ചിട്ട് ഇതിൻ്റെ പ്രതികരണമാരായിരുന്നു. സ്വാഭാവികമാണല്ലോ, IC ബാലകൃഷ്ണ പ്രതികരണമൊക്കെ അന്ന് എടുത്തിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ഇന്നലെ ഈ വാർത്ത നമ്മുടെ ഈ ആത്മഹത്യാക്കുറിപ്പ് കിട്ടുമ്പോൾ അത് വീണ്ടും നമ്മൾ ബ്രേക്ക് ചെയ്ത് വലിയ രീതിയിൽ ചർച്ചയാക്കുന്നു. അപ്പോൾ നമ്മൾ K റഫീഖിനെ വിളിക്കുന്നു. റഫീഖ് ജില്ലാ സെക്രട്ടറിയാണ്. റഫീഖ് പ്രതികരിക്കുന്നു. ഇതിനിടയിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടായത്? IC ബാലകൃഷ്ണനെതിരായിട്ട് ഈ പറയുന്ന ജോലി അഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വാർത്ത പുറത്തുവിടുന്നുണ്ടല്ലോ. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? വയനാട്ടിൽ പിറ്റേ ദിവസം ഒരു പ്രതിഷേധ പ്രകടനം നടന്നു. അവിടെ അവസാനിച്ചെന്നേ, പ്രതിഷേധ പ്രകടനം നടന്നു, അവിടെ അവസാനിച്ചു. അതിനുശേഷം പിന്നെ ഒരു അനക്കവുമില്ല, ആരുടെയും ഒരു അനക്കവുമില്ല. പിന്നെ നമ്മുടെ റിപ്പോർട്ടർമാരും മറ്റു ചാനലുകളിലെ റിപ്പോർട്ടർമാരും ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട IC ബാലകൃഷ്ണൻ്റെ പിന്നാലെ പോകുന്നു. അതിനിടയ്ക്ക് CPM-ൻ്റെ ആളുകൾ വിളിച്ചു ചോദിക്കുന്നു, അപ്പോൾ ഇങ്ങോട്ട് വന്നാൽ ബൈറ്റ് തരാമെന്ന് പറയുന്നു. ഒരു സംസ്ഥാന നേതാവ് ഈ കാര്യത്തിനകത്ത് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ഇന്നാണല്ലോ MV ഗോവിന്ദ മാസ്റ്റർ ഈ വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഈ പ്രശ്നം ഉന്നയിക്കുന്ന സംസ്ഥാന സെക്രട്ടറി അല്ലേ. ഇതിനിടയ്ക്കൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണെന്നറിയോ? ബൈറ്റ് എടുക്കാൻ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ആളുകൾ ചോദിക്കും, അപ്പോൾ പറയും ഈ വിഷയത്തിൽ ഉത്തരവാദിത്വത്തോടുകൂടി ഇടതുപക്ഷം അത് ടേക്കപ്പ് ചെയ്യുന്നതിനകത്ത് എത്ര ഉത്തരവാദിത്വം കാണിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലേക്ക് എനിക്ക് സംശയമുണ്ട്. നാളെ ഇപ്പം എന്താ ചെയ്യാമോന്നറിയോ?
വൈകുന്നേരം ഒരു പ്രതിഷേധ പ്രകടനമുണ്ട്. ഏത് നിലവാരത്തിലാണ് സംസ്ഥാനത്തെ ഒരു നിയമസഭാ സാമാജികനെതിരായിട്ട് ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തിട്ട് അതിന് മുമ്പിൽ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ട് പോകുമ്പോൾ ഒരു നിയമസഭാ സാമാജികൻ ഉൾപ്പെട്ടിട്ടിരിക്കുന്ന ഒരു വിഷയത്തെ, അത് പ്രത്യേകിച്ച് പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരാൾ, എന്താണ് ഈ പാർട്ടി ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം? പി ദിവ്യയുടെ പ്രശ്നമാണല്ലോ, നവീൻ ബാബുവിൻ്റെ പ്രശ്നമാണല്ലോ. ഞാൻ ആ മരണത്തെയും ചുരുക്കി കാണുന്നില്ല കേട്ടോ. ആ മരണവും വളരെ പ്രധാനപ്പെട്ട മരണം തന്നെയാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം അത് വളരെ മനോഹരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് മാധ്യമങ്ങളും വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പി ദിവ്യയുടെ മരണവും, നവീൻ ബാബുവിൻ്റെ മരണം ഈ പറയുന്ന NM വിജയൻ്റെ മരണത്തെക്കാൾ ചെറുതാണെന്നോ വലുതാണെന്നോ ഞാൻ കാണുന്നില്ല. രണ്ടിനും രണ്ടതിൻ്റെതായിട്ടുള്ള പ്രാധാന്യവും ഗ്രാവിറ്റിയും ഉണ്ട്. അതുകൊണ്ട് അന്ന് ദിവ്യയുടെ വിഷയത്തിൽ അത് വളരെ അക്രമോത്സുകമായിട്ട് അഗ്രസീവായിട്ട് മാധ്യമങ്ങൾ ടേക്കപ്പ് ചെയ്തില്ലേ. ഈ വിഷയവും മാധ്യമങ്ങൾ തന്നെയാണ് ഈ നിമിഷവും ടേക്കപ്പ് ചെയ്തിരിക്കുന്നത്. എല്ലാ വാർത്തകളും പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന മാധ്യമങ്ങളാണ്. നിങ്ങളൊരു തണുപ്പൻ സമീപനം എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ പ്രശ്നം അതിശക്തമായിട്ട് ഉന്നയിക്കണം. അതിൻ്റെ ഉത്തരവാദിത്വം CPM നിർവഹിക്കാനുണ്ടെന്നാൽ പക്ഷക്കാരനാണ് ഞാൻ. ഇപ്പോൾ ആവർത്തിച്ച് വാർത്താ മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോവിന്ദൻ മാസ്റ്ററോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ കാര്യത്തിൽ എത്ര ഉത്തരവാദിത്വത്തോട് CPM അല്ലെങ്കിൽ ഇടതുപക്ഷം IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു MLA ഉൾപ്പെട്ട ഒരു ആത്മഹത്യാ പ്രശ്നത്തിനകത്ത് എത്ര ഉത്തരവാദിത്വത്തോടെ അവരും പെരുമാറിയിട്ടുണ്ട്? ഇത് മാധ്യമങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. എല്ലാ ദിവസവും ഇരുന്നിട്ട് ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, ഇതിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് ചെയ്യാവുന്ന ദൂരം വരെ മാധ്യമങ്ങൾ പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യാനും എടുത്തിട്ടുണ്ട്. ഇന്നലെ വേണമെങ്കിൽ ചർച്ച ചെയ്യുമായിരുന്നു നമ്മൾ ഈ വിഷയം. മറ്റൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അത് ചർച്ച ചെയ്യാൻ കഴിയായിരുന്നത്. അതുകൊണ്ട് മാധ്യമങ്ങളുടെ തലയിലേക്ക് നിങ്ങൾ വെക്കേണ്ട. ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നമ്മളായിരിക്കും. ഇപ്പോൾ അരുൺകുമാറിൻ്റെ ചർച്ചയിലാണ് KRFക്ക് വന്നിരുന്ന് സംസാരിച്ചത്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കാര്യത്തിൽ ഒരു ഇന്നലെ DYFIക്കാർ ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയിട്ടുണ്ട് കേട്ടോ, IC ബാലകൃഷ്ണൻ്റെ ഓഫീസിനടുത്തേക്ക്. ഈ വിഷയം ഈ രീതിയിലാണോ ഇടതുപക്ഷം കൈകാര്യം ചെയ്യേണ്ടത്, CPM കൈകാര്യം ചെയ്യേണ്ടത്? അത് മാധ്യമങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. മാധ്യമങ്ങളുടെ തലയിൽ വെച്ചിട്ടത് നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, നിങ്ങളത് ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനും ശ്രമിക്കേണ്ട. ഏതായാലും ഈ കാര്യത്തിൽ കോൺഗ്രസ് പ്രതിയാണ് എന്ന കാര്യത്തിലൊരു സംശയമില്ല. കോൺഗ്രസ് നേതൃത്വം ഈ മരണത്തോട് കാണിച്ചിരിക്കുന്നത് തികഞ്ഞ നിസ്സംഗമായ മനോഭാവമാണ്. ആ കുടുംബത്തെ അപമാനിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന സന്ദേശത്തെക്കുറിച്ച് പൊതുസമൂഹം ഒരു വിലയിരുത്തൽ നടത്തുകയും അത് നിങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന കാര്യത്തിലും എനിക്കൊരു സംശയമില്ല. ഈ കാര്യത്തിൽ കോൺഗ്രസ് പ്രതിയാണ്. അതാണ് എൻ്റെ നിലപാട്. പ്രതി കോൺഗ്രസോ എന്നാണ് ചോദ്യം. ആന്റോ അഗസ്റ്റിൻ, താങ്കൾക്കറിയാമല്ലോ, ഇപ്പോൾ വയനാട്ടിൽ ഒരുപാട് കഥകൾ പ്രചരിച്ചിരുന്നു ഈ കുടുംബത്തെക്കുറിച്ച്. അത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ്സുകാരാണ്. അതിന് തുടർച്ചയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രതികരണം. അന്തവും കുന്തവും ഇല്ലാത്ത കുടുംബമാണ് എന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം എന്നെ അത്ഭുതപ്പെടുത്തി. ഒരു മരണം കഴിഞ്ഞ് സഞ്ചയനം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഈ വിജീഷും കുടുംബവും അവിടെ കാണാൻ പോകുന്നത്. എന്നെ ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഇന്ന് വിജീഷും പത്മജിയും നമ്മളോട് വന്ന് സംസാരിക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പോൾ ഈ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണോ, പ്രതി കോൺഗ്രസ് ആണോ? നോക്കുവാരുണ്ട് ഇവിടെ NM വിജയനെ സംബന്ധിച്ചിടത്തോളം NM വിജയൻ അടിമുടി കോൺഗ്രസ്സുകാരനാണ്. അതായത് പഠിത്തം കഴിഞ്ഞ് പുറത്തിറങ്ങിയ കാലം തുടങ്ങി കോൺഗ്രസ്സുകാരൻ ബത്തേരി ബൂത്ത് കമ്മിറ്റി തുടങ്ങി മണ്ഡലം സെക്രട്ടറി, പഞ്ചായത്ത് പ്രസിഡന്റ്, DCC സെക്രട്ടറി മുതലായി എല്ലാ പദവികളും വർഷങ്ങളോളം ഭരിച്ച് അടിമുടി പാരമ്പര്യമുള്ള കോൺഗ്രസ്സുകാരൻ. ഉണ്ണിബാലകൃഷ്ണൻ സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ മുൻ KPCC പ്രസിഡന്റിൻ്റെ കൂടെ തോളോട് തോൾ വർക്ക് ചെയ്ത ഒരു മുതിർന്ന നേതാവാണ്. അദ്ദേഹം DCC പ്രസിഡന്റ് ആകേണ്ടിരുന്ന ഒരാളാണ്. അത്രയധികം പാരമ്പര്യമുള്ള ഒരു വലിയ മുതിർന്ന നേതാവാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം. എന്താണ് കോൺഗ്രസ്സുകാർ അതോട് കാണിച്ച നീതി എന്താണ്? ഏത് കാരണത്താലോ മരണപ്പെട്ടു കഴിഞ്ഞാൽ കേരളത്തിലെ എത്ര നേതാക്കന്മാരുണ്ടെന്ന് വയനാട്ടിൽ? 1-2 നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് എത്രയോ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം വയനാട്ടിൽ നേതാക്കന്മാർ വന്നിട്ട് ഒറ്റ KPCCൻ്റെയോ DCCൻ്റെയോ ഏതെങ്കിലും ഒരു മുതിർന്ന നേതാക്കന്മാരോ ആ ഏരിയയിലേക്ക് പോയിട്ടില്ല. DCC പ്രസിഡൻറ്റും 2 MLAമാരും വയനാട് സംബന്ധിച്ചോളം അവിടെ പോകേണ്ടവരാണ്. അത് നിർബന്ധമായി അവിടെ ഉള്ളവർ തന്നെയാണ്. വളരെ സംസ്ഥാനത്ത് നിന്ന് ഏതെങ്കിലും ഒരു നേതാവ് ആ സ്ഥലത്തേക്ക് പോകണം. അതിന് കാരണം എന്താണെന്ന് അറിയണേ, ഈ കഥകൾ മുഴുവൻ ഇവർക്ക് അറിയാമെന്ന്. ഈ കഥകൾ മുഴുവൻ ഇതെന്താണ് സംഭവിച്ചതെന്നും ഈ അഴിമതി എന്താണോ, ഇതുമായി ബന്ധപ്പെട്ട കേസ് എന്താണ് വരാൻ പോകുന്നതും ഏത് ശൈലിയിലാണെന്ന് വരാൻ പോകുന്നതെന്നുള്ള മുഴുവൻ ധാരണ ഈ KPCC പ്രസിഡന്റ് തുടങ്ങിയ എല്ലാ നേതാക്കന്മാർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഒരാൾ പോയിട്ട് അതിൻ്റെ ഒരു ഭവിഷ്യത്ത് ഏറ്റുവാങ്ങാതിരിക്കാൻ വേണ്ടി ആ വഴിക്കേ പോയില്ല. ആ കുടുംബം ചെയ്ത നല്ല കാര്യം എന്താണ്? ആ കുടുംബം ചെയ്ത നല്ല കാര്യം എന്ന് പറയുന്നത് 10 ദിവസം വെയിറ്റ് ചെയ്യണം. ഇത് നേതാക്കന്മാരെ അറിയിക്കണം. അവർ നേതാക്കന്മാരെ അറിയിച്ചില്ലേ? ആരെ അറിയിക്കാതെ പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചില്ലേ? KPCC പ്രസിഡന്റ് അറിയിച്ചില്ലേ? ഈ പറഞ്ഞ കേരളത്തിലുള്ള മുതിർന്ന നേതാക്കന്മാർ മുഴുവൻ അറിയിച്ചില്ലേ? അത് കഴിഞ്ഞ് അവർ 10 ദിവസം വെയിറ്റ് ചെയ്തില്ലേ? ഈ കത്തിൽ പറഞ്ഞ പോലെ തന്നെ 10 ദിവസം വെയിറ്റ് ചെയ്തതിന് മാത്രമല്ല ഈ പറയുന്ന കത്ത് പുറത്തു വിട്ടത്. ആ കുടുംബത്തോട് ഇവർ ചെയ്തത് എന്താണ്? ആ നാട്ടിലൊരു ഒരു അവഖ്യാതി എന്ന് പറയുമല്ലോ, അതങ്ങ് പരത്തി. എന്ത് പറഞ്ഞു? ഇവർ കുടുംബവും ഈ പറയുന്ന മരുമകളും ഇവരും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ടാണ് അവരെ വീട്ടിലെ അടക്കാൻ സമ്മതിക്കാത്തത്. അങ്ങനെ പറഞ്ഞ ഒരു വലിയ രീതിയിലുള്ള ഒരു മോശം പരാമർശം ഈ കുടുംബത്തെക്കുറിച്ച് നാട്ടിൽ പരത്തി എന്നുള്ളതാണ്. അതിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചത് അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ
നേതാക്കന്മാർ തന്നെയാണ്. അവിടുത്തെ അവിടെ CPM-കാരോ BJP-ക്കാരോ അല്ല അതൊന്നും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് അറിയോ, ഇതിങ്ങനെ ആയിരിക്കാം ഇദ്ദേഹം മരിച്ചതെന്നുള്ളൊരു നെറേറ്റീവ് ആ നാട്ടിൽ സൃഷ്ടിക്കപ്പെട്ടു. ഈ കത്ത് പുറത്ത് വന്നില്ല എന്നെങ്കിലും ഉണ്ടല്ലോ ആ കുടുംബത്തിന് ആ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ പറഞ്ഞ നേതാക്കന്മാരല്ല ഇപ്പോഴും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് കഴിഞ്ഞു, കത്ത് പുറത്ത് വന്നു, ഈ കുടുംബം ഇരുന്ന് പറയല്ലേ, മകനും മരുമകളും വന്നിരുന്ന് പറയുകയാണ്, ആകെ 2 മക്കളാണ്, അതിനകത്ത് ഒരാൾ മരണപ്പെട്ടു പോയി, ഇനി ഒരാൾ ആത്മഹത്യ ചെയ്തു, ഈ NM വിജയൻ്റെ കൂടെ തന്നെ ആത്മഹത്യ ചെയ്തില്ലേ, അതിന് കൂടെ ഒരാളാണ് ബാക്കിയുള്ളത്. അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്, എൻ്റെ മക്കൾക്കെങ്കിലും ഇനി ജീവിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടൊരു കത്ത് എഴുതി വെച്ചിട്ട് ഒരു അച്ഛൻ മരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കാഠിന്യം എത്രയാണ്, അത് ആരും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടതല്ലേ, കോൺഗ്രസിൻ്റെ പ്രവർത്തകർ മനസ്സിലാക്കേണ്ടതല്ലേ. ഏതെങ്കിലും ഒരു കോൺഗ്രസ് പദ്ധതി അതിൻ്റെ ഒരു ഔചിത്യത്തോടുകൂടി ഈ ഒരു പരാമർശം ഈ സമയം വരെ നടത്തിയോ? ഒരാൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് ഈ ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? 1, 2 അഴിമതിയല്ലാന്നേ ഉണ്ടാവുന്നത്. എത്ര അഴിമതികളാണ് പിന്നെ മടക്കിമല ബാങ്കിനെ കുറിച്ചിട്ട്, ബത്തേരി ബാങ്കിനെ കുറിച്ചിട്ട്, പൂതാടി ബാങ്കിനെ കുറിച്ചിട്ട്, ആകെ എത്ര ബാങ്ക് ഉണ്ട് വയനാട്ടിൽ? 6 7 ബാങ്കുകൾ മാത്രമേ ഉള്ളൂ. അതിൽ ഭൂരിഭാഗം ബാങ്കുകളെ കുറിച്ചിട്ടും അഴിമതി ആരോപണം വന്നു കഴിഞ്ഞു. ഇത് ആരാണ് ഇതൊക്കെ ചെയ്തിട്ട് DCC അറിയാതെ ചെയ്യുന്ന പറയുന്നത്? എല്ലാ കാര്യങ്ങളിലും DCC അറിയാതെ ഏതെങ്കിലും ഒരു ബാങ്ക് പിന്നെ എംപ്ലോയിനെ അപ്പോയിൻ്റ് ചെയ്ത് തോന്നുന്നുണ്ടോ? കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സ്ഥലത്ത് അവർക്ക് ധാരണയുണ്ട്. അത് വയനാട്ടിലല്ല, ഏത് പാർട്ടീൻ്റെ ആണെങ്കിലും ആ പാർട്ടി നേതൃത്വത്തിന് കറക്റ്റായിട്ട് അറിയാം ആരെ അപ്പോയിൻറ്റ് ചെയ്യും, എങ്ങനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്ന് അറിയാം. ഒരാളെ പോലും അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യാതിരുന്നിട്ടുണ്ടോ? അത് അറിയാതെയാണോ ചെയ്തിട്ടുണ്ടാവുക? അപ്പം NM വിജയൻ പറഞ്ഞ കാര്യങ്ങളിൽ ആ വയനാട്ടുകാരെന്നുള്ള നിലയ്ക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. എനിക്കറിയാം അതിൻ്റെ അകത്തുള്ള സംവിധാനം എന്ന് പറയുന്നത്. അവിടെ എത്രയോ ജനങ്ങൾ, ആ വയനാട്ടുകാരുടെ സംഭവം എന്താണ്, കർഷക തൊഴിലാളികളാണ് കൂടുതലും, ഡെയിലി കാർഷിക വൃത്തിയോട് ജീവിക്കുന്ന മനുഷ്യന്മാരാണ് കൂടുതലും. അവർ കുറച്ച് പൈസകൾ ഓരോ വർഷങ്ങൾ ചുരുക്കൂട്ടി ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന പൈസയാണ് സ്വന്തം മകനെയോ മകളെയോ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് കൊടുക്കുന്നത്. അവരുടെ വിശ്വാസം എന്താണ്? കോൺഗ്രസ് നേതൃത്വമാണ്. 80% 75% കോൺഗ്രസ്സുകാരായ മണ്ഡലമാണ് വയനാട്. എന്തുകൊണ്ടാണ് വയനാട് കൽപ്പറ്റയും ബത്തേരിയും ഒക്കെ കോൺഗ്രസ്സുകാർ ജയിച്ചു വരുന്നത്? 15 വർഷമായിട്ട് IC ബാലകൃഷ്ണൻ അവിടെ MLA ആണ്. എന്തുകൊണ്ടാണ് MLA ആവുന്നത്? കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലമാണ്. അപ്പോൾ അതിന് കാരണം എന്താ? 70% വരുന്ന അവിടുത്തെ ജനങ്ങൾ കോൺഗ്രസ്സുകാരാണെന്നേ. ആ കോൺഗ്രസ്സുകാരെ വിജയണ്ട് എൻ്റെ നേതാവ് ചതിക്കില്ല, എൻ്റെ നേതാവ് എൻ്റെ മക്കൾക്ക് വേണ്ടി ജോലി മേടിച്ചു വരുന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ പണം കൊണ്ട് കൊടുക്കുന്നത്. അല്ലാതെ എന്താണ്? അല്ലെങ്കിൽ ഇവിടെ CPM-കാരില്ലാഞ്ഞിട്ടോ BJP-കാരില്ലാത്തോട്ടാണോ? ഏതെങ്കിലും BJP-കാരൻ്റെ പേരിലോ CPM-കാരൻ്റെ ഇവിടെ ആരോപണം വരുന്നുണ്ടോ? അവിടെ ഓരോ ആരോപണം വരുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അവിടെയുള്ള മുഴുവൻ ഭൂരിപക്ഷം കർഷക തൊഴിലാളികളും പാവപ്പെട്ട കർഷകരും ഈ പണം കൊണ്ട് കൊടുക്കുന്നത് അവരുടെ മക്കൾക്ക് ജോലിക്ക് വേണ്ടിയിട്ടാണ്. അത് 5 വർഷം കാത്തിരിക്കുന്നു, 8 വർഷം കാത്തിരിക്കുന്നു, 10 12 വർഷം കാത്തിരിക്കുകയാണ് ഇവർ ജോലി മേടിച്ചു കൊടുക്കുന്നു പറയുന്നത്. ആരുടെ പേരിലുള്ള വിശ്വാസമാണ്? ആ വിശ്വാസത്തിന് പറയും NM വിജയൻ പറഞ്ഞതുപോലെ മരിക്കുമ്പോഴും കോൺഗ്രസ് പാർട്ടിനെ സംരക്ഷിക്കുകയാണ്. ഞാൻ കോൺഗ്രസ് പാർട്ടീനെ കുറ്റം പറഞ്ഞ് മരിക്കുകയാണ്. എൻ്റെ ആവശ്യം എന്താണ്? ഈ പാർട്ടി നഷ്ടപ്പെട്ടിട്ടത്, ഈ പാർട്ടിക്ക് കളങ്കം ഉണ്ടാവരുത്. ഞാൻ മരിക്കുമ്പോഴെങ്കിലും എൻ്റെ നേതാക്കന്മാർ ഇത് വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുമെന്നുള്ള ഒരു പൊതുധാരണയുണ്ടല്ലോ ഒരു മനുഷ്യൻ്റെ. ആ പൊതുധാരണ 50-ലധികം വർഷം വിശ്വസിച്ച് കൂടെ നിന്ന പ്രസ്ഥാനം പറയുകയാണ് എന്താണ്? ഈ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ പാർട്ടി എന്നെ സംരക്ഷിക്കും എന്നുള്ള വിശ്വാസത്തിൽ പറയുക. 10 ദിവസം ഇനിയും കാത്തിരിക്കണമെന്ന്. ഒരു മനുഷ്യൻ്റെ അവസാന വാക്കെന്താ? മരണമാണ്. അത് കഴിഞ്ഞിട്ടും 10 ദിവസം കാത്തിരിക്കാൻ മക്കളോട് പറഞ്ഞിട്ട് പോകുന്ന ഒരു നേതാവ്, അങ്ങനെ ഒരു നേതാവ് ലോകത്തുണ്ടാവുമോ? അങ്ങനെ ഒരു നേതാവ്? അങ്ങനെ ഒരു നേതാവ് ആരെ വിശ്വസിച്ചിട്ടാ? ഈ പറഞ്ഞ KPCC പ്രസിഡന്റിനെയും ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവിനെയും ഈ പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാരെ വിശ്വസിച്ചിട്ടല്ലേ? അങ്ങനെയല്ലേ? കത്തിൽ സംശയമുണ്ടെന്ന് ഒരു നേതാവ് പറയുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ മകളും ആ മകനും ആ മരുമകളും ഇരുന്ന് അവരുടെ ഒരു ബോഡി ലാംഗ്വേജും അവരുടെ ഒരു പ്രാപ്തിയും വെച്ചിട്ട് ഇങ്ങനെ ഒരു കത്തുണ്ടാക്കി പുറത്തു വിടുന്നതാണ് വിചാരിക്കുന്നത്? അങ്ങനെയാണ് വിചാരിക്കുന്നത്. എന്നെഴുതിയോ കത്തായിക്കോട്ടെ, ഒരു മനുഷ്യൻ മരിക്കാൻ തീരുമാനിച്ചു. എങ്ങനെയാണ് മരിക്കാൻ തീരുമാനിക്കുന്നത്? കടം കൊണ്ട് നിൽക്കക്കളിയില്ല, കടം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? കാരണം എന്ന് പറയുന്നത് ജോലി വാഗ്ദാനം ചെയ്ത് പണം കൈപ്പറ്റിയിരിക്കുകയാണ്. ഇത് പുറത്തു വന്നുള്ള മാനക്കേടെന്താ? ഈ പൈസ കൊടുത്തവർ 80% ആരാണ്? കോൺഗ്രസ്സുകാരാണ്. അവർക്കും നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്തതുകൊണ്ട് പേര് പുറത്തു പറയാത്തതാണ്. ഇപ്പോഴും ആൾക്കാർ പറയുന്നതുകൊണ്ട് പറഞ്ഞു. ഐസക് താമരച്ചാലിനെ പോലെയുള്ള ആളുകൾ വന്ന് പറഞ്ഞു. അല്ല, അവരെന്താ ഇപ്പോഴും പറയുന്നത്? ഈ മലയോര കർഷകരുടെ പ്രശ്നം എന്താ പറയുക? പലിശ പോലും വേണ്ട, ഞാൻ മുടക്കി പൈസ തിരിച്ചു കിട്ടിയാൽ മതി, ഞാൻ സ്വസ്ഥതായിരുന്നോളാം എന്ന് പറയുന്ന ആൾക്കാരാണ്. ഇത് എറണാകുളത്തോ തൃശ്ശൂരോ കോഴിക്കോടോ തിരുവനന്തപുരത്താണെങ്കിൽ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. 1 രൂപ എണ്ണി പറഞ്ഞ് മേടിച്ചിട്ടുണ്ടാവില്ലേ? ഇത് മലയോര കർഷകരാണെന്നേ. അവരെ സംബന്ധിച്ചിടത്തോളം എന്താ? അവർ ഈ പറയുന്നതും കേട്ട് തിരിച്ചു പോകും. അവരെ കളിപ്പിക്കാനും പറ്റിക്കാനും വളരെ ഈസിയാണ്. അങ്ങനെയുള്ള കർഷകരുടെ അടുത്ത് നിന്ന് വാങ്ങിയ പണമാണെന്ന് ഇവരുടെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കൊടുക്കണ്ട. ഈ മനുഷ്യൻ്റെ മനസാക്ഷി കുത്തുള്ളതുകൊണ്ട് സ്വന്തം ലോൺ എടുത്തിട്ടും സ്വന്തം വീട് കൊണ്ട് പണയപ്പെടുത്തിയിട്ടും തിരിച്ചു കൊണ്ട് കൊടുക്കുകയാണ്. KPCC ഉണ്ടാക്കുന്ന ഫംഗ്ഷൻ ഉണ്ടാക്കുന്ന പരിപാടി നടത്തിയതിൻ്റെ പണം വരെ, ഇലക്ഷൻ നടത്തിയതിൻ്റെ പണം വരെ വീട് കൊണ്ട് പണയം വെച്ചുകൊണ്ട് അടയ്ക്കുകയാണ്. ആരുടെ പേരിൽ? ഈ പറഞ്ഞ 1 മിനിറ്റ് കൊണ്ട് തള്ളി പറയുന്ന നേതാക്കന്മാരുള്ള പാർട്ടിയുടെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീട് കൊണ്ട് പണയം വെച്ചിട്ട് ചെയ്യുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? ഒരാൾ എന്നെ സംരക്ഷിക്കാനില്ല, ഒരാൾ സംരക്ഷിക്കുന്നില്ല. ബഹുമാനപ്പെട്ട നേതാവേ, നിങ്ങൾ എന്നെ രക്ഷിക്കണം, എൻ്റെ മക്കളെ രക്ഷിക്കണം. നിങ്ങൾ ഈ കത്ത് വായിക്കുന്നതോടുകൂടി ഞങ്ങൾ രക്ഷപ്പെടും. എൻ്റെ മരണം അതിനൊരു കാരണമായി മാറട്ടെ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരിച്ചിട്ട്
ആ മനുഷ്യരോട് ചെയ്യുന്ന ക്രൂരത എന്താ? ഉണ്ണി സാർ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ CPM ചെയ്യുന്ന അത്ര നല്ല പരിപാടിയല്ലാന്നേ. ഈ പറഞ്ഞ PP ദിവ്യേൻ്റെ പേരിൽ ആത്മഹത്യക്കുറിപ്പ് കണ്ടോ നിങ്ങളെവിടെയും? ആത്മഹത്യക്കുറിപ്പുണ്ടോ? ഏത് ആത്മഹത്യക്കുറിപ്പ് ഉണ്ടാവുന്ന അസംഷൻ ചെയ്ത് ആ PP ദിവ്യനെ പിടിച്ച് ജയിലിലടച്ചു, അടച്ചില്ലേ? ആ സ്ഥലത്ത് ഇവരെന്താ ചെയ്ത്? ഇത് ഒരാളുടെ പേര് എഴുതി വെച്ചേക്കാം. മരിക്കുന്നതിന് മുന്നേ ആത്മഹത്യക്കുറിപ്പിൽ പേരെഴുതി വെച്ചവർക്കെതിരെ ഈ സമയം വരെ പോലീസ് വിളിച്ചിട്ടുണ്ടോ? ഏത് നേതാവ് എന്താ, ഏത് ശൈലിയുള്ള ആൾക്കാരായാലും എന്താണ്? ഈ സമയം വരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നല്ലോ PP ദിവ്യ. ഇതുപോലെ തന്നെ MLA പോലെ പിന്നെ ലെജിസ്ലേറ്റീവ് സംവിധാനത്തിലിരിക്കുന്ന ഒരാളല്ലേ PP ദിവ്യയും. അവരെ പിടിച്ചിട്ട് ജയിലിലിട്ടില്ലേ? അവരെ സ്ഥാനം പോയില്ലേ? എന്തുകൊണ്ട് ഈ പറഞ്ഞ ആർജവം കോൺഗ്രസ്സിൽ? എന്നിട്ട് മാധ്യമങ്ങളെ കുറ്റം പറയുകയാണ്. നിങ്ങൾ ചർച്ചയ്ക്കെടുത്തില്ല, നിങ്ങൾ നടത്തിയില്ല, നിങ്ങൾക്ക് ഗസ്റ്റിനെ തരണമെങ്കിൽ നിങ്ങളിത് ചർച്ചയ്ക്കെടുക്കും. എന്ത് ശൈലിയാണെന്നൊക്കെ പറയുന്നത്? ഇവർ പറയാതെ മാധ്യമങ്ങളുടെ പണിയാണോ അതെല്ലാം? മാധ്യമങ്ങളുടെ പരിപാടി എന്ന് പറയുന്നത് ഇത് സാധനം പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. എത്ര പ്രാവശ്യം ഇതിനെക്കുറിച്ച് ചർച്ച നടത്തി, ഏതൊക്കെ ശൈലിയിൽ നടത്തി. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇനി ഇത് തന്നെയാണ്. ഇനിയും ഇവരുടെ കൂടെ നിൽക്കാൻ വേണ്ടി, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജില്ലാ സെക്രട്ടറിയോ അല്ലെങ്കിൽ ജില്ലാ നേതാവോ അല്ല ഇതിനുവേണ്ടി പ്രതികരിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു DYFI മാത്രമല്ല ഇതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടതെന്നല്ലേ. സംസ്ഥാനത്തുള്ള നേതാക്കന്മാരെല്ലാം ഇറങ്ങി കൈകാര്യം ചെയ്യേണ്ടേ? PP ദിവ്യേൻ്റെ കേസിൻ്റെ അകത്ത് ഈ പറഞ്ഞ കണ്ണൂർ DCC മാത്രമാണ് പ്രതികരിക്കാൻ ഇറങ്ങിയത്, ആണോ? പടക്കം പൊട്ടുന്ന പോലെയല്ലായിരുന്നു പരിപാടി. പടക്കം പൊട്ടുന്ന പോലെ KPCC പ്രസിഡന്റ് പിന്നെ എന്താണ് പ്രതിപക്ഷ നേതാവ് തുടങ്ങിയിട്ട് അറിയാവുന്ന MLA-മാരും MP-മാരും അറിയാവുന്ന കോൺഗ്രസ് നേതാക്കന്മാരെന്നും അവിടുന്ന് ഇവിടുന്ന് ബൈറ്റായിരുന്നില്ലേ? എന്താ ഇതിന് ബൈറ്റില്ല? അവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, ഇതാ MLA ആണ്. അപ്പം ഒരു ശൈലി എന്ന് പറയുന്നത് എന്താണ്? ജനങ്ങളെ പറ്റിച്ചാലും വേണ്ടില്ല, ചെയ്താലും വേണ്ടില്ല, ഒന്നും ചെയ്താലും വേണ്ടില്ല. ആരെയാണോ സംരക്ഷിക്കേണ്ടത് എന്നുള്ളത് രാഷ്ട്രീയ നേതൃത്വം തീരുമാനിച്ചാൽ അതങ്ങ് നടപ്പിലാക്കുകയാണ്. അതിനപ്പുറത്തേക്ക് കാര്യമില്ല. ഈ കുടുംബത്തെ ഇവർക്ക് അത്താണി ആരാണ്? ഈ കുടുംബത്തിനൊരു അത്താണി ആരാണ്? ഇവർ രണ്ടുപേരേ ഉള്ളൂ. ഇന്നത്തെ രാവിലെ നമ്മൾ അവർ രണ്ടുപേരെ ലൈവിലിരുത്തിയല്ലോ. അവർ സംസാരിക്കുന്ന ശൈലിയിൽ അരുണ് തോന്നിയോ ഈ പറഞ്ഞ അവരെഴുതിയ കത്താണെന്ന് തോന്നിയോ? നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതിൽ സംശയം. ഓരോ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും. ഏതെങ്കിലും ഒരു കാര്യത്തിൽ സംശയം, ആ കത്ത് വായിച്ചാൽ മാത്രം പോരെ, വേറെ എന്താണ് അതിനകത്തുള്ളത്? പോലീസ് എന്ത് നടപടിയെടുക്കുന്നത്? ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ സാധ്യതയുണ്ട്, മൊഴിയെടുക്കാം. എന്ത് മൊഴി? ഏത് മൊഴിയാണ്? ഒരാത്മഹത്യ പേരണക്കുറ്റം ചാർജ് ചെയ്യാൻ ഈ സമയം വരെ പോലീസിന് കഴിഞ്ഞില്ല. അതുവരെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിൽ ഓൾറെഡി പ്രതിക്കൂട്ടി കയറി. ഇനി ഇവർ സംസാരിച്ച് ഉള്ള സംവിധാനത്തെ മുഴുവൻ കയ്യിൽ കളയുന്ന അവസ്ഥയാണ്. KPCC പ്രസിഡന്റ് പറഞ്ഞാൽ എന്താ അറിയോ? അവർക്ക് അന്തവും കുന്തമില്ല, ശരിയാണ്. പക്ഷേ KPCC പ്രസിഡന്റ് എന്താ പറയുന്നത്? KPCC പ്രസിഡന്റ് അതിനേക്കാൾ അപ്പുറമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുന്നത്? ഈ പറയുന്ന പിന്നെ അതാണ് ഈ ടീമിനോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് എല്ലാവരും തൂക്കുമെന്ന്. ഏത് അപ്പോൾ ഇവർക്കറിയില്ല. ഇത് മാത്രമല്ല, KPCC മുതിർന്ന നേതാവിനെ കുറിച്ച് ഈ അഴിമതി അന്വേഷിച്ചിട്ടുണ്ട്. എന്നിട്ട് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതാണ്. ഇതേ കേസിൻ്റെ അകത്ത് KPCC ഒരു മുതിർന്ന നേതാവിനെ വെച്ച് അന്വേഷിച്ച് ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു. അന്ന് എന്നിട്ട് ഒരാളെ സസ്പെൻഡ് ചെയ്തിട്ട്, എനിക്ക് തോന്നുന്നു ഈ ഗോപിനാഥൻ ഒന്നുണ്ടല്ലേ, ഒരാളെ സസ്പെൻഡ് ചെയ്തിട്ട് ആ കേസ് ഒതുക്കി, ആ പ്രശ്നം അവിടെ തീരുമാനമാക്കി. അന്ന് എന്താ ചെയ്തത്? അന്ന് കൊടുത്തു ആര്? IC ബാലകൃഷ്ണൻ്റെ ചെക്ക്. IC ബാലകൃഷ്ണൻ ചെക്ക് കൊടുത്തു. പിന്നെ NM വിജയനോട് കൊടുത്തോ, ഞാൻ തന്നോളാന്ന് പറഞ്ഞു. അദ്ദേഹം കുടുംബം വീടും പണയം വെച്ച് കൊണ്ടു കൊടുത്തു. തിരിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. MLA അല്ലേ, DCC പ്രസിഡന്റുമാരല്ലേ, തിരിച്ചു തരുമെന്ന് വിചാരിച്ചു, കൊടുത്തു. ആ കഥയോടെ അതോടെ കഴിഞ്ഞു. ഇനി എന്താണ് സംഭവം? ഇത്രയും വയസ്സായ മനുഷ്യൻ എവിടുന്ന് തിരിച്ചു കിട്ടാൻ പറ്റും? DCC സെക്രട്ടറി പിന്നെ ട്രഷറർ എന്ന് പറഞ്ഞാൽ പുള്ളിയാണ് പണം ഉണ്ടാക്കേണ്ടത്. ഈ കോൺഗ്രസ്സുകാരുടെ പ്രശ്നം എന്താ അറിയോ? ഒരിക്കലും ₹1 പിരിച്ചാലോ ചെയ്താലോ DCC സെക്രട്ടറിൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കാൻ പോകില്ല. എല്ലാം സ്വന്തം പോക്കറ്റിലേക്ക് പോകുന്ന ശൈലിയാണ്. അപ്പം ഈ പ്രശ്നങ്ങൾ തീർക്കണമെങ്കിൽ DCC സെക്രട്ടറി ട്രഷറി ഇറങ്ങി പിരിക്കണം, എന്നാലേ തീർക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയും അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിനുള്ള കൂറും വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പിരിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ്? അദ്ദേഹത്തിന് മനസാക്ഷിയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? എല്ലാം നിങ്ങൾ തീർത്ത് തരും, 10 ദിവസം തരാം. 10 ദിവസം കഴിഞ്ഞ് തീർത്ത് തരുന്നില്ലെങ്കിൽ ദൈവം എന്താണ്, ഇതാ എൻ്റെ മക്കളെയെങ്കിലും രക്ഷിക്കൂ, അവരെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞു മകനൊരു കത്ത് സെപ്പറേറ്റ്, KPCC പ്രസിഡൻ്റ് സെപ്പറേറ്റ്. ആ കത്തിൻ്റെ വിലയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്ര പിന്നെ വലിയ കത്താണത്. ആ കത്തിൻ്റെ വില കോൺഗ്രസ്സുകാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പം എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രതിക്കൂട്ടിലാണ്, ഇനിയും പോവുകയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഇതിലൊരു ബത്തേരി മോഡൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. ഈ കത്തിലേക്ക് വന്നാൽ അതിൽ പറയുന്ന വളരെ വൈകാരികമായൊരു വാചകം ഇതാണല്ലോ: 50 കൊല്ലം കോൺഗ്രസിന് വേണ്ടി ജീവിതം തുലച്ച ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ പാർട്ടിയിലെ അനുഭവങ്ങൾ പറഞ്ഞ് പാർട്ടിയെ നശിപ്പിക്കുവാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതുവരെ ഞാൻ ആരോടും പങ്കുവയ്ക്കാഞ്ഞത്. അരനൂറ്റാണ്ട് കാലത്തെ പാർട്ടി ജീവിതത്തിനിടയിൽ ഒരേയൊരു തവണ മാത്രമാണ് ഈ NM വിജയൻ പാർട്ടി വിട്ടുപോയത്. അത് DICയിലേക്കായിരുന്നു. അത് വളരെ ചുരുങ്ങിയ കാലം. അതൊഴിച്ചു നിർത്തിയാൽ അങ്ങേയറ്റം പാർട്ടിയുടെ കൂറും വിധേയവും ഉണ്ടായിരുന്നു NM വിജയന്.
പാർട്ടിയെ പ്രാണവായു പോലെ സ്നേഹിച്ചൊരു മനുഷ്യനെ ഒടുവിൽ പാർട്ടി വഞ്ചിച്ച കഥയാണ് NM വിജയൻ്റേത്. എങ്ങനെയാണ് എന്നുള്ളത് ആസൂത്രിതമായ വഞ്ചന അതിനകത്തുണ്ട്, ആസൂത്രിതമായൊരു തട്ടിപ്പുണ്ട്. ഇതൊരു ബത്തേരി മോഡൽ തട്ടിപ്പായി മാറുകയാണ്. കരുവന്നൂർ മോഡൽ തട്ടിപ്പ് നമ്മൾ കേട്ടതുപോലെ ബത്തേരി മോഡൽ തട്ടിപ്പ് എങ്ങനെയാണ്? നിയമന തട്ടിപ്പാണ്. എങ്ങനെയാണ് ഇത് നടക്കുക? ഈ നിയമന തട്ടിപ്പ് നടക്കുന്നത്, പണം കൈപ്പറ്റുന്നത് DCC ഭാരവാഹികളായിരിക്കുന്നവരും MLA മാരുമാണ്. ഈ ആത്മഹത്യയിൽ കുറിപ്പിൽ പരാമർശിക്കുന്ന പേര് വിവരങ്ങൾ അത് ശരിയാണെങ്കിൽ അതിൽ IC ബാലകൃഷ്ണൻ, അതോടൊപ്പം പൗലോസ്, ഈ KK ഗോപിനാഥൻ, ND അപ്പച്ചൻ, ഇവരുടെ പേരുകളാണ്. അപ്പോൾ പല പല കാലങ്ങളിലായി ബത്തേരിയിൽ, പൂതാടിയിൽ, അതേപോലെ മറ്റ് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നിയമനം വാഗ്ദാനം ചെയ്ത് പണം തട്ടുക. അതെങ്ങനെയാണ് പണം വാങ്ങുന്നത്? പണം വാങ്ങുന്നത് നേരിട്ടല്ല ഈ നേതാക്കൾ വാങ്ങുന്നത്, അതിനുവേണ്ടി ട്രഷററെ ഏൽപ്പിക്കുന്നു. അതാണ് ഞാൻ ബത്തേരി മോഡൽ എന്ന് പറയുന്നത്. കാരണം ബത്തേരി മോഡൽ എന്ന് പറയാനുള്ള കാരണം, ട്രഷറർ ഔദ്യോഗികമായി പണം കൈപ്പറ്റുന്നുവെന്ന ധാരണ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ഐസക് താമരച്ചാലിനെ പോലെയുള്ള ആളുകളിൽ നിന്ന് പണം കൈപ്പറ്റുന്നത്. പീറ്ററിൻ്റെ കയ്യിൽ ഉടമ്പടി വയ്ക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു നിയമനത്തിന് കോഴ നൽകിയതിന് ആദ്യമായി ഉടമ്പടി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ബത്തേരിയിൽ പീറ്റർ മാസ്റ്ററുടെ വ്യാജ ഈ കരാർ പുറത്തു വരുമ്പോൾ അത് വ്യാജമാണ് എന്ന് പറയുമ്പോൾ ആ ഉടമ്പടി കരാറിൽ പറഞ്ഞിരിക്കുന്ന അക്കമിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. NM വിജയന് പണം കൊടുത്തത് ആര് പറഞ്ഞിട്ടാണ്? IC ബാലകൃഷ്ണൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ പണം കൊടുത്തതിന്, കോഴപ്പണത്തിന് പോലും ഒരു കരാറുണ്ടാക്കുന്ന ബത്തേരി മോഡൽ തട്ടിപ്പാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഇതൊരു ചെറിയ കേസ് ആയിരിക്കില്ല. വിജിലൻസിൻ്റെ ഈ അന്വേഷണം ആഴത്തിൽ പോകണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി തന്നെ പറയാനുള്ളത്. ഇത് കരുവന്നൂരിനേക്കാൾ വലിയ ഒരു ബത്തേരി മോഡൽ തട്ടിപ്പാണ്. അങ്ങനെ ട്രഷററുടെ പേരിലാണ് പണം പിരിക്കുന്നത്. പണം പിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാധ്യത ആർക്കായി തീരും? സ്വാഭാവികമായിട്ടും ട്രഷറർക്കായി തീരും. അയാളോടാണ് ചോദിക്കുക. അപ്പോൾ ഓരോ തവണയും ജോലി കിട്ടാത്ത ആളുകൾ ട്രഷറോട് വന്ന് പണം ചോദിക്കും. ജോലിയാണെങ്കിലോ അതിനുശേഷം IC ബാലകൃഷ്ണൻ താല്പര്യമുള്ളവർക്ക് ജോലി മറിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊരു കേസ്. തീർന്നില്ല. 2013 BJP ഈ അർബൻ സഹകരണ ബാങ്ക് ഭരിക്കുന്ന സമയത്ത് അട്ടിമറിക്കാൻ വേണ്ടി 10 ലക്ഷം രൂപ BJPയിലെ പ്രസിഡന്റിന് കൊടുത്തു എന്നാണ് ഈ കത്തിൽ പറയുന്നത്. മൊത്തം 32 ലക്ഷം രൂപയാണെന്ന BJP ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി ട്രഷറർ എന്ന നിലയിൽ സ്വന്തം വീടും പണയപ്പെടുത്തി ഈ NM വിജയൻ എടുത്തിരിക്കുന്നതാണ് NM വിജയൻ കത്തിൽ പറയുന്നത്. അങ്ങനെ പാർട്ടിക്ക് വേണ്ടി ഒരു ഭരണത്തെ അട്ടിമറിച്ചു കൊണ്ടുവരാൻ എന്തിനാ അട്ടിമറിക്കുന്നത്? ഈ പണം എവിടെ നിന്നാണ് കണ്ടെത്തുന്നത്? പാർട്ടിയിലെ നിയമനത്തിന് വേണ്ടിയുള്ള കോഴയിൽ നിന്നാണ് ഈ പണം കണ്ടെത്തേണ്ടിയിരുന്നത്. നിയമനം 22ഓളം വേക്കൻസി ഉണ്ട്. പക്ഷേ എവിടെയാ പറ്റിപ്പോയത്? 2013 BJPയുടെ കയ്യിൽ നിന്ന് ഭരണം തിരിച്ചു പിടിച്ചെങ്കിലും നിയമനം നടത്താവുന്ന സമയമായപ്പോൾ BJP തിരിച്ചു പിടിച്ചു. അപ്പോൾ BJP അധികാരത്തിൽ വന്നതോടുകൂടി പണം വാങ്ങി 22 പേർക്ക് ജോലി നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അതോടുകൂടി ഈ ബാധ്യത എവിടെ കുടുങ്ങി? കരുവന്നൂരിൽ എങ്ങനെയാണോ ഡിമോണിറ്റൈസേഷൻ അഥവാ നോട്ട് നിരോധനം ഒരു തട്ടിപ്പിന് കാരണമായി തീരുന്നത്, അതേപോലെ BJP ഭരണം പിടിച്ചതോടുകൂടിയാണ് ബത്തേരിയിൽ ഈ ബാധ്യതയുണ്ടാവുന്നത്. ഈ ബാധ്യതയുടെ ഉത്തരവാദിത്വം ആർക്ക് മാത്രമായി ചുരുങ്ങി? ആർക്ക് വേണ്ടി പണം മുടക്കിയോ അവരാൽ വഞ്ചിക്കപ്പെട്ട NM വിജയന്റെ മാത്രം ബാധ്യതയായി തീർന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഈ കേസിൽ സംഭവിച്ചത്. 65 ലക്ഷമായി പലിശയും കൂട്ടുപലിശയും സഹിതം 65 ലക്ഷമായിട്ടത് ഉയരുന്നു. ഇതാണ് ബത്തേരി മോഡൽ തട്ടിപ്പിന്റെ ഒരു ചിത്രം എന്ന് പറയുന്നത്. ട്രഷറെ മുൻനിർത്തി പണം വാങ്ങുക, നിയമനം കൊടുക്കാതിരിക്കുക, നിയമനത്തിന് കോഴ വാങ്ങിയവർ ട്രഷറെ സമീപിക്കുക, അപ്പോൾ ട്രഷററെ സ്വാധീനിച്ചുകൊണ്ട് ചെക്ക് കൊടുക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ബത്തേരി അടക്കമുള്ള ബാങ്കുകളിൽ നടന്നിരുന്നതായി നമ്മൾ ഈ ആത്മഹത്യാക്കുറിപ്പിലൂടെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആഴമേറിയ അന്വേഷണം ഈ കാര്യത്തിൽ വേണം. ഈ വിവരം ഇനി രണ്ടാമത്തത്, ഈ വിവരം കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാമായിരുന്നു. അതാണ് നേരത്തെ ആന്റോ അഗസ്റ്റിനും ഉണ്ണി ബാലകൃഷ്ണനും സൂചിപ്പിച്ചതുപോലെ ഒരു കമ്മീഷനെ വെച്ച് ഇതിനെക്കുറിച്ച് പഠിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില നടപടികൾ എടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഈ വിവരം എന്തുകൊണ്ടാണ് നമ്മൾ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്ന് തവണ പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് അതിൽ നിന്ന് ഊരാൻ ശ്രമിച്ചത്? എന്തുകൊണ്ടാണ് KPCC പ്രസിഡന്റിനോട് ഈ കാര്യം ചോദിക്കുമ്പോൾ കത്ത് വീട്ടിൽ വന്ന് കിടപ്പുണ്ട്, ഞാൻ വീട്ടിൽ പോയതിനു ശേഷം വായിച്ചു കൊള്ളാം എന്ന് പറഞ്ഞത്? ഇന്നതല്ലേ പൊളിഞ്ഞു പാളീസായത്? ഒളിക്കാൻ ശ്രമിക്കുന്നത് എന്തും ഒരു നാൾ പുറത്തു വരുമെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഈ വിഷയത്തിൽ ആടിത്തിമർത്ത ആ നാടകത്തിൻ്റെ യഥാർത്ഥ തിരക്കഥ ഇന്നിപ്പോൾ പൊളിഞ്ഞ് പാളീസായി പുറത്തു വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി നേതാക്കൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഇതാ മൂന്നാമത്തെ ഒരു അസ്ത്രം അവർ പ്രയോഗിക്കുന്നു, കുടുംബത്തിന് നേരെ മെക്കിട്ട് കയറുക എന്നതാണ്. എങ്ങനെയാണോ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഈ കുടുംബ വൈരാഗ്യമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന തെറ്റായ പ്രചരണവേല നടത്തിയത്, അതിനേക്കാൾ അതിനിന്ദ്യമായ രീതിയിൽ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഈ കുടുംബത്തെ കിടന്ന് ആക്രമിക്കുകയാണ്. അന്തവും കുന്തവും ഇല്ലാത്ത കുടുംബം അത്രേ. ആ കുടുംബത്തിൽ നിന്ന് വന്ന ഭക്ഷണം
കഴിച്ച് അവിടെ താമസിച്ച് ആ അരനൂറ്റാണ്ടുകാലം കോൺഗ്രസിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു പടുവൃദ്ധൻ്റെ ജീവിതത്തെ, ആ കുടുംബത്തെ ഇതിലുമധികം എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റിന് ആക്ഷേപിക്കാൻ കഴിയുക? തീർച്ചയായിട്ടും ആ കുടുംബത്തോട് മാപ്പ് പറയണ്ടേ കോൺഗ്രസ് പ്രസിഡന്റ്? ഇനി പ്രതിപക്ഷ നേതാവ് എന്താ പറയുന്നത്? ആ കുടുംബം ഭീഷണിപ്പെടുത്തിയത്രേ. എന്നാ ഭീഷണിപ്പെടുത്തുന്നത്? 3-ാം തീയതിയാണ് പ്രതിപക്ഷ നേതാവിനെ കാണാൻ പോകുന്നതെന്നാണ് ഈ കുടുംബം പറയുന്നത്, പറവൂരിലെ വീട്ടിൽ. അതായത് ഈ സഞ്ചയനം കഴിഞ്ഞ് ചിതയിലെ ചാരം അണയും മുൻപ് ഈ പ്രതിപക്ഷ നേതാവിനെ പോയി കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുകയാണ്. അവിടെ ഭീഷണിപ്പെടുത്താൻ വന്നതല്ലെന്ന് അവർ നമ്മളോട് പറയുന്നു, കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. മാത്രമല്ല ആ നിമിഷം വരെയും കത്ത് നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർക്ക് തന്നിട്ടില്ല, പോലീസിന് കൊടുത്തിട്ടില്ല. അതുവരെയും കാത്തിരുന്നു. 2-ാം തീയതി കഴിഞ്ഞതിന് ശേഷം 2ഉം 3ഉം 4ഉം 5ഉം തീയതി വരെ കാത്തിരുന്നു അവർ. 6-ാം തീയതി മാത്രമാണ് ആ കത്ത് മാധ്യമം. അല്ല, അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും. എന്താ പറഞ്ഞിട്ടുണ്ടാവുക? ഈ കത്ത് താങ്കളെ ഏൽപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെ. ഇക്കാര്യത്തിൽ താങ്കൾ നടപടി എടുത്തില്ല എങ്കിൽ ഇത് ഞങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. അതാണ് ഭീഷണി. ഇത് കത്തിലുണ്ട്. അവരുടെ അച്ഛനല്ലേ മരിച്ചിരിക്കുന്നത്. അത് കത്തിലുണ്ടല്ലോ. കത്തിൽ ഈ NM വിജയൻ പറഞ്ഞിരിക്കുന്ന വാചകമാണ്. അതിന് പ്രതിപക്ഷ നേതാവിന് തോന്നിയത് ഭീഷണിയുടെ ശബ്ദമായിട്ടാണ്. എനിക്ക് പ്രതിപക്ഷ നേതാവിനോടും KPCC പ്രസിഡന്റിനോടും പറയാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങളുടെ പാർട്ടിയിൽ പ്രാണനെ പോലെ സ്നേഹിച്ച ഒരു മനുഷ്യൻ്റെ മക്കൾ വന്ന് അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ വന്ന് ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അതിനോട് ഇത്രയും നിർവികാരികമായി നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രതികരിക്കാൻ സാധിച്ചത്? അതിന്റെ അകത്ത് KPCC പ്രസിഡന്റിനെതിരെ ആരോപണമില്ല, പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണമില്ല. ആരെയാണ് സംരക്ഷിക്കാൻ പോകുന്നത്? IC ബാലകൃഷ്ണനെയും ND അപ്പച്ചനെയും സംരക്ഷിക്കാനുള്ള വ്യഗ്രതയിൽ തൻ്റെ പ്രതിച്ഛായ സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പക്ഷേ ആ കുടുംബത്തിന് ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. അതുകൊണ്ട് ആ കുടുംബത്തിൻ്റെ ഒരു തീരാവേദനയായിട്ടത് മാറുന്നു. ഇനി യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ആത്മഹത്യയിലേക്ക് പെട്ടെന്ന് നയിച്ച കാര്യം ഇന്ന് ഗോപിനാഥൻ പറഞ്ഞ കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കുടുംബത്തിലെ 2ാമത്തെ കുഞ്ഞ്, ഭിന്നശേഷിക്കാരനായ ഈ കുഞ്ഞ്, അയാൾക്ക് അവിടെ നേരത്തെ 200 രൂപ പ്രതിദിനം ശമ്പളത്തിൽ അവിടെ ജോലി താൽക്കാലികമായിട്ട് നൽകിയിരുന്നു. 7 വർഷം ജോലി ചെയ്തു. 7 വർഷം ജോലി ചെയ്തപ്പോൾ അവിടെ രാജശേഖരൻ എന്ന പേരുള്ള മറ്റൊരാൾ വരുമ്പോഴാണ്, അയാൾ കോൺഗ്രസ്സുകാരനാണ്, അയാൾ വരുന്ന ഘട്ടത്തിലാണ് ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത്. അപ്പോൾ ആ അച്ഛൻ എഴുതുകയാണ്, എൻ്റെ മകനെ കൂടി ജോലി നഷ്ടപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഇനി ഭിക്ഷ യാചിക്കേണ്ടി വരുന്നത് ആലോചിക്കാൻ കഴിയില്ല. അത്തരമൊരവസ്ഥയിൽ സ്വന്തം മകന് വിഷം കൊടുത്ത് മരിക്കേണ്ടി വരുമ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ മരണത്തിൽ പോലും ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എൻ്റെ പാർട്ടിയെ കളങ്കപ്പെടുത്താൻ തയ്യാറാവുന്നില്ല. ഒരു മകന് വിഷം കൊടുത്ത് മരിക്കാൻ തയ്യാറാവുന്ന ഒരു വൃദ്ധൻ്റെ മനസ്സ് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമെങ്കിൽ അത് എത്രത്തോളം വൈകാരികമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ല, ആ ബാങ്ക് ഭരിക്കുന്നത് കോൺഗ്രസ്. ശരി, ഈ മരിച്ച ആളാരാ? കോൺഗ്രസിന്റെ ജില്ലാ ട്രഷറർ. ഈ അയാളുടെ മകൻ എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരൻ. നിങ്ങൾ ആരോടാണ് കരുതൽ? ഇനി അവിടെ ജോലി പുതിയതായിട്ട് കൊടുക്കുകയല്ല, 7 വർഷമായിട്ട് ജോലിയിൽ അവരെ മാറ്റിയിട്ട് പുതിയ ആളെ കൊടുക്കുകയാണ്. 200 രൂപ മാത്രം കൊടുക്കുന്ന താൽക്കാലിക ജോലി എന്തിനാണെന്ന് അറിയാമോ? ആ പൈസ കൊണ്ടുവന്ന് ആ കുടുംബത്തിന് എന്തെങ്കിലും ഉണ്ടാക്കാനല്ല, ആ കുഞ്ഞിനെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. അതായത് താൻ പുറത്തു പോകുമ്പോഴോ മറ്റു ഘട്ടങ്ങളിലോ ഈ കുഞ്ഞിനെ നോക്കാൻ വീട്ടിൽ ആരുമില്ല. അയാൾ അവിടെ വിജേഷ് ജോലിക്ക് പോകും, പത്മജ ജോലിക്ക് പോകും. ഭാര്യ നേരത്തെ മരിച്ചുപോയി. അപ്പോൾ ഒരു ജോലി ഉണ്ടെങ്കിൽ അവിടെ ബാങ്കിൽ ചുറ്റിപ്പറ്റി നിൽക്കാം, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം. അത് അവകാശപ്പെട്ടതല്ലേ? ആ 200 രൂപ പ്രതിദിനം ജോലി കിട്ടുന്ന ജോലി നഷ്ടപ്പെടുത്തി എന്നുള്ളതൊരു വലിയ മാനസിക വിഷമായി കിടക്കുന്നു. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ കൂടെ 65 ലക്ഷം രൂപ പാർട്ടിക്ക് വേണ്ടി ലോൺ എടുത്ത തുകയിൽ പലതും ഭീമമായ തുകയെ മാറുന്നു. ഇത് കൂടാതെ സാമ്പത്തിക പ്രാരാബ്ദങ്ങളുണ്ട്. ഭാര്യ ചികിത്സിച്ചതിൻ്റെ പേരിൽ 10 ലക്ഷം ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ പത്മജയ്ക്ക് വേണ്ടി ചെറിയ പണമിടപാട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്. അതുകൊണ്ട് PPDBയുടെ കാര്യത്തിൽ എന്താണോ കോൺഗ്രസ് എടുത്ത നിലപാട്, അതിനേക്കാൾ ഒരു പടി കൂടി ഗൗരവമേറിയ വിഷയമായിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത്. PPDBയുടെ കാര്യത്തിൽ ആത്മഹത്യക്കുറിപ്പില്ല. അവിടെ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുടെ കാരണം ഇനിയിപ്പോൾ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ആക്ഷേപങ്ങളും നിലവിലുണ്ട്. പക്ഷേ ഇവിടെ ആത്മഹത്യാക്കുറിപ്പുണ്ട്. ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. നേരത്തെ സാക്ഷിമൊഴികൾ വന്നിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ ഐസക് താമരച്ചാലിലുണ്ട്, നമ്മുടെ മുമ്പിൽ ഷാജിയുണ്ട്, നമ്മുടെ മുമ്പിൽ പീറ്ററുണ്ട്, പത്രോസുണ്ട്. ഈ സാക്ഷിമൊഴികളെല്ലാം പോലീസ് കേസുണ്ട്. അപ്പം ഇതിൽ PPDB അറസ്റ്റിലാവുന്നതിനേക്കാൾ നവീൻ ബാബുവിൻ്റെ മരണത്തേക്കാൾ ഗുരുതരമായ ഒരു രാഷ്ട്രീയ ക്രിമിനൽ സാഹചര്യം ഒത്തിണങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതിന് ആനുപാതികമായ പ്രതിഷേധം നമ്മുടെ നാട്ടിൽ കാണുന്നില്ല എന്നതാണ് എന്നെ വിസ്മയിപ്പിക്കുന്നത്. നോക്കൂ, ഇത് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നാക്കിൽ നിന്നാണ് ഇങ്ങനെ ഒരു വാക്ക് വന്നതെന്നിരിക്കട്ടെ. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് അന്തവും കുന്തവും ഇല്ല എന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞാൽ കേരളം ഇങ്ങനെ ഇരിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ തത്തുല്യമായൊരു പദപ്രയോഗമല്ലേ KPCC പ്രസിഡന്റ് നടത്തിയിരിക്കുന്നത്? ആ രീതിയിൽ കേരളം എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? എന്തുകൊണ്ടാണ് PPDBയുടെ കാര്യത്തിൽ ഇളക്കി മറിച്ചതുപോലെയുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ കാണാതെ പോകുന്നത്? അതിന് മാധ്യമങ്ങളെയല്ല, നിങ്ങൾ KPCC പ്രസിഡന്റിന്റെ വാക്കുകൾ വിസ്തൃതമാണ്. വിസ്തൃതമാണ്.
ഉറപ്പാണ്. അപ്പം അദ്ദേഹം ഉപയോഗിക്കുന്ന അതുകൊണ്ട് അത് മാധ്യമങ്ങളുടെ മേലിലല്ല നിങ്ങൾ കുതിര കയറേണ്ടത് എന്ന് മാത്രം ആലോചിക്കുക. നമുക്കിനി ഒരു ചെറിയ ഇടവേളയ്ക്ക് വെൽക്കം ബാക്ക്. പ്രതി കോൺഗ്രസോ എന്നാണ് ചോദ്യം. 3 പേരുടെയും അഭിപ്രായം യേസ് എന്നാണ്. Meet the editors.